സെറ്റിൽമെൻറ്റിൻ്റെ എങ്ങനെ ഏത് രീതിയിൽ സെറ്റിൽമെൻറ്റ് തയ്യാറാവണം എന്നൊക്കെ നമ്മളോട് ചോദ്യം ഉണ്ടായിരുന്നു. ഏത് രീതിയിലായാലും അവർ തയ്യാറായിരുന്നു നമ്മളത് ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നേതൃത്വം വർഗീസാറിൻ്റെ അടുത്ത് സംസാരിക്കലുണ്ടായിട്ടുണ്ട്. വർഗീസാറിനായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു CCTV വരട്ടെ, പിന്നെ അവരെ കറക്റ്റ് വ്യക്തത പറയണം, എന്തായാലും പൊതുജനം എന്തായാലും അറിയണം. അതിനുവേണ്ടി നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ പറയാൻ സാധിച്ചു. എത്ര ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു? അത് അങ്ങനെയല്ല, എത്ര വരെ ഡിമാൻഡ് ആണെങ്കിലും തരാൻ തയ്യാറാണ്. എന്തും ചെയ്യാൻ തയ്യാറാണ്. എത്ര പണം തന്നാലും കേസിൽ നിങ്ങൾ പിന്മാറണമെന്നാണ് പോലീസിന് വേണ്ടി നിങ്ങളെ സമീപിച്ചവർ പറഞ്ഞത്. അതെ അതെ, ഇതോടെ അവിടെ കുന്നോളം സ്റ്റേഷനിൽ മുന്നേയും ഇതുപോലെ ഒരു ക്രൈം നടന്നിട്ട് ഇതേപോലെ ലോകമർദ്ദനം ഉണ്ടായിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുള്ളൊരു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു ലെവലിൽ വരെ നമ്മളതിനെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് നമ്മൾ. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇതിന് മുമ്പ് മർദ്ദനം നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും മുന്നിൽ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും പുറത്തേക്ക് അങ്ങനെ ഇത്രയും ഇതായിട്ടില്ല. വാർത്ത പോലീസുകാർ പണം കൊടുത്ത് ഈ മർദ്ദനം നടത്തുന്ന പോലീസുകാർ പിന്നീട് പൈസ കൊടുത്ത് സ്വാധീനിക്കുകയാണോ ചെയ്യുന്നത്? അതെ, അങ്ങനെയാണ് ഇപ്പോൾ ഒരു 3 വർഷം മുന്നേ അല്ലേ ഒരു പ്രവർത്തനം അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതും സെറ്റിൽമെൻ്റ് ആയിട്ട് പോവുകയാണ് ചെയ്തത്. അതുപോലെ നമ്മളതിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മളത് കടുത്ത ഒരു നിലപാടെടുത്തു. കാരണം തല്ലിയവരെ എന്തായാലും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാന്നുള്ളൊരു നിലപാട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു.